ഇങ്ങനൊരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ സിറ്റിസൻസിനെ മാത്രമല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല. ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക. കലാകാരന്മാരെന്നുള്ള രീതിയിൽ ഇപ്പോൾ സിനിമ കാണാനും അല്ലെങ്കിൽ സീരീസ് കാണാനൊക്കെ ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നതിൽ വല്ലാത്തൊരു ഔചിത്യക്കുറവ് കൂടി ഉണ്ടല്ലോ ഈ സമയത്ത്. പൂർണ്ണമായിട്ടും നമ്മുടെ നാട് ഒരു വലിയ ദുരിതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പോൾ മരിയാൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് നമീബിയയിലെ ഒരു ഡെസേർട്ടിൽ അവിടുത്തെ ആളുകൾ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആളുകൾ എടുത്തിരുന്ന ഒരു ഉത്തരവാദിത്ത ബോധത്തെ പറ്റിയിട്ട് പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ ക്രൂവാണ് വേസ്റ്റ് ഇട്ടിരുന്നത്, അവിടുത്തെ ആളുകൾ അത് വൃത്തിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അവിടുത്തെ പുറമേയുള്ള പല ആളുകളും പ്രകൃതിയോടും അത്രയോട് ഉത്തരവാദിത്തം കാണിക്കുമ്പോൾ നമ്മളെവിടേക്കോ അത് മറന്നു പോകുന്നതിനൊരു വലിയ പ്രശ്നമുണ്ടെന്നും അത് നമ്മൾ ഹൈ ടൈം നമ്മളതിനെ ശരിയാക്കേണ്ട ഒരവസ്ഥയുമാണ് വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പരിസ്ഥിതിയിലുള്ളതെന്ന് ആണോ പാർവതി മനസ്സിലാക്കിയിട്ടുള്ളത്? താങ്ക് യു വിഷ്ണു. ആക്ച്വലി വിഷ്ണു അതിന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. മലയാളം എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമല്ല, പല സിനിമകളിൽ നമ്മളിപ്പോൾ യൂറോപ്പിലും പല സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ചില സിസ്റ്റംസ് ആർ ഇൻ പ്ലേസ്. അത് നമ്മൾ നമ്മുടെ സിറ്റിസൻസിനെ മാത്രമല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അതിൽ ചില ആലസ്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ അതിങ്ങനെ ഒരു കൂടി വന്നിട്ട് ഒരു വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്തുന്നത്. ഇതിലൊക്കെ ഒരുപാട് ആളുകളിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല. ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ മറവി എന്നുള്ളതും മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ക്രിറ്റിസിസം കൊടുക്കുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര അവയർനെസ് ഉണ്ടാവണം നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ അവയർനെസ് ഉണ്ടാക്കാൻ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അവയർനെസ് ഉണ്ടാകുന്നത്? അതും ഇങ്ങനൊരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നെ ഓരോ പൗരനും തോന്നേണ്ട ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഇപ്പം പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെ പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ടത് എത്ര വേഗം നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്. പക്ഷെ കറക്റ്റായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു.